സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കുക, ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൻ്റെ ശക്തിയാണ്. നിന്റെ ക്ഷീണിച്ച അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് മനസ്സ് തളർന്ന നിന്റെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നീ നിന്നെ തന്നെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷെ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് സങ്കടപ്പെടുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ വലിയ കടബാധ്യതയുടെ നടുവിലാവും, നീ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ കുടുംബത്തിലെ വലിയ ബന്ധ തകർച്ചയുടെ നടുവിലാവും. ഒരു പക്ഷെ വലിയ ഭാരം മനസ്സിലുണ്ടാവും. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാനിങ്ങനെ പെട്ടുപോയല്ലോ എന്നിങ്ങനെ ചിന്തയുണ്ടാവും. നീ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്ക്, നിനക്ക് ശക്തി കിട്ടും. സങ്കീർത്തനം 20-ാം അധ്യായം 7-ാം വചനം വായിച്ച്. സങ്കീർത്തനം 20. സങ്കീർത്തകനായ ദാവീദ് ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം 20:7. ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. ഹല്ലേലൂയാ. ചിലരെ കണ്ടിട്ടില്ലേ, അവരഭിമാനിക്കുന്നത് അവരുടെ കുതിരകളിലും രഥങ്ങളിലും എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇങ്ങനെയുണ്ട്, ഞങ്ങൾ ഇങ്ങനത്തെ വീട്ടുകാരാണ്, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നമ്മൾ ആരിലാണ് വിശ്വസിക്കുന്നത്? ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് എന്തുണ്ട് എന്നുള്ളതിലല്ല നീ അഭിമാനം കൊള്ളേണ്ടത്. നിനക്ക് കാറുണ്ട്, വീടുണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, അതിലൊന്നും അല്ല അഭിമാനം. ഒരു വ്യക്തി അഭിമാനം കൊള്ളേണ്ടത് കർത്താവ് കൂടെയുണ്ടോ, അതാണ് അഭിമാനം കൊള്ളേണ്ടത്. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് സക്കറിയായുടെ പ്രവചനം 4-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ എങ്ങനെയാ പാടാറുള്ളത്? സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. പഠിക്കേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ഒന്നും കൂടെ പഠിക്കേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആമേൻ, ആമേൻ. നമ്മൾ അഭിമാനിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണെന്ന്. നിന്റെ ബിരുദാനന്ദ ബിരുദങ്ങളിലോ നിന്റെ കുടുംബ നേട്ടങ്ങളിലോ നീ ഇത്രയും നാൾ എന്ത് നേടിയോ എന്നുള്ളതിലല്ല, മറിച്ച് ദൈവമുണ്ടോ, സർവശക്തനായ ദൈവമുണ്ടോ, ആ ദൈവത്തെ അള്ളിപ്പിടിക്കുന്നവൻ അഭിമാനിക്കാനുള്ള വകയുണ്ട്. ബാക്കിയുള്ളതെല്ലാം എവിടെയെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അത്രേ ഉള്ളൂ. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദാവീദ് കല്ലെറിഞ്ഞു. സത്യമാണ്, ദാവീദ് കല്ലെറിഞ്ഞു. പക്ഷേ ഗോലിയാത്തിനെ വീഴ്ത്തിയത് ആ കല്ലാണോ? അല്ല, ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കല്ലെറിഞ്ഞു എന്നുള്ളത് സത്യമാണ്, അതൊരു ഉപകരണം മാത്രമാണ്. എന്നാൽ ഗോലിയാത്തിനെ വീഴ്ത്തിയത് സർവശക്തനായ ദൈവമാണ്. വലതുകര ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വാസിയുടെ ആശ്രയം ഉപകരണങ്ങളിലല്ല, അവയെ ഉപയോഗിക്കുന്ന ദൈവത്തിലാണ്. വിശ്വാസിയുടെ ആശ്രയം ഉപകരണങ്ങളിലല്ല, നാട്ടുകാരിലല്ല, നിന്റെ ജീവിതത്തിൽ നീ നേടിയെടുത്തതിലല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിലാണ്. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദാവീദ് തന്റെ ജീവിതത്തിൽ പഴയ അനുഭവങ്ങൾ ഓർത്തുകൊണ്ട് ആ സാമുവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ ഒരു കാര്യം പറയും. 17-ാം അധ്യായം അതിന്റെ 37. വായിച്ചു. സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന്
എന്നെ രക്ഷിച്ച കർത്താവ് ആ. ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. യെസ്, കണ്ടോ കണ്ടോ, സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ എന്ത് മനസ്സിലായി? നിന്നെ ഇന്ന് വരെ രക്ഷിച്ച കർത്താവ് ഇനിയും രക്ഷിക്കും. പറഞ്ഞേ, എന്നെ 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 ഇന്ന് വരെ രക്ഷിച്ച കർത്താവ് ഇനിയും എന്നെ രക്ഷിക്കും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിന്നെ ഇന്ന് വരെ രക്ഷിച്ച കർത്താവ് നിന്നെ ഇനിയും രക്ഷിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ കഴിവുകേടിനെ ഓർത്തോണ്ട് നീ വിഷമിക്കേണ്ടെന്ന്. എനിക്ക് കഴിവില്ലല്ലോ, എനിക്ക് ബലമില്ലല്ലോ, എനിക്ക് പണമില്ലല്ലോ, അതിലല്ല കാര്യം. ദൈവം ദുർബലങ്ങളായിട്ടുള്ള ഉപകരണങ്ങളെയും ദുർബലങ്ങളായിട്ടുള്ള വ്യക്തികളെയുമാണ് ഉപയോഗിക്കുന്നത്. പൗലോസ്ലീഹ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന 1 കൊറിന്തോസ് 1-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 1 Corinthians chapter 1 verse 27. 1 കൊറിന്തോസ് 1-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ ഒരു കാര്യം പഠിപ്പിക്കും. നല്ല വചനമാണ്, പഠിച്ചോ. ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് ഗുണം ചെയ്യും. വായിച്ചോ. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവരെയും എന്ന് പറഞ്ഞാൽ എന്നാൽ ഇങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ദേ, നിന്റെ മാനുഷികമായ കഴിവിലൊന്നും അല്ല കാര്യം. ലോകദൃഷ്ടിയിൽ ചിലപ്പോൾ നോക്കുമ്പോഴത്തേക്ക് കഴിവില്ല, ഗുണമില്ല എന്നൊക്കെ തോന്നും. അതല്ല കാര്യം. ദൈവത്തിൽ ആശ്രയിക്കുന്നതിലാണ് കാര്യം. പ്രൈസ് ദി ലോർഡ്. ലോകം നോക്കുമ്പോഴത്തേക്ക് കഴിവില്ലെന്നും ഗുണമില്ലെന്നൊക്കെ തോന്നും. പക്ഷേ ഈ ദൈവം തിരഞ്ഞെടുക്കുന്ന ദൈവത്തോട് വിശ്വസ്തരായിട്ടുള്ള വ്യക്തികൾക്ക് ദൈവം കൃപ കൊടുക്കും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ. സങ്കീർത്തനം 118 വചനം 6-ാം തിരുവചനം വായിച്ചേ. സങ്കീർത്തനം 118. സങ്കീർത്തകനായ ദാവീദ് ഒരു കാര്യം പഠിപ്പിക്കുവാണേ, ശ്രദ്ധിച്ചു പഠിച്ചോ. സങ്കീർത്തനം 118 വചനം 6-18. നല്ല വചനാണ്. കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? കണ്ടോ ചേച്ചി, ഇത് വിശ്വസിക്കണം. ഒച്ചത്തിലൊന്ന് ഏറ്റു പറഞ്ഞ് വലതുകരം ഒന്ന് ഉയർത്തി പറഞ്ഞ് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനെ 6-ാം വചനം ഒച്ചത്തിൽ പറഞ്ഞ് കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്റെ ശത്രുക്കളുടെ പതനം കാണും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനെ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തനം 44 അതിന്റെ 6-ഉം 7-ഉം തിരുവചനം ഒന്ന് വായിച്ചാലോ. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 44 വേഴ്സ് 6 and 7. 6-ാം വചനം പറയുന്നു, വില്ലിലല്ല ഞാൻ ശരണം വെച്ചത്, വാളിന് എന്നെ രക്ഷിക്കാൻ കഴിയുകയുമില്ല. എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു, ഞങ്ങളെ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കണം. കാരണം എന്താ? നിനക്ക് അധികാരവും ശക്തിയും നൽകപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അധികാരവും ശക്തിയും നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർക്കല്ല, നിനക്ക് നൽകപ്പെട്ട ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുക്കണം. എങ്ങനെയെങ്കിൽ ഇനിമേലിൽ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ, വ്യക്തികളുടെ, സ്ഥലങ്ങളുടെ, സാഹചര്യങ്ങളുടെ മുമ്പിൽ ഓടേണ്ടവനല്ല നീ, മറിച്ച് അവയ്ക്ക് മുമ്പിൽ ആധിപത്യം നൽകപ്പെട്ടിരിക്കുന്നതിനാൽ അത് ഉപയോഗിക്കേണ്ട വ്യക്തിയാണ്. സാത്താൻ നിന്നെ പേടിച്ചോടണം, നീ സാത്താനെ പേടിച്ചല്ല ഓടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നിങ്ങനെയാകാൻ കാരണം എനിക്കെതിരെ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, കൂടോത്രം ചെയ്തു, മന്ത്രവാദം ചെയ്തു എന്നൊക്കെ ചില ചിന്തകളോ ധാരണകളോ നിങ്ങളുടെ തലയിലോ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞതോ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ നിമിഷം കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുക.
നമുക്ക് കർത്താവ് അധികാരവും ശക്തിയും നൽകിയിട്ടുണ്ട്. ലൂക്കാസ് വിശേഷം 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുന്നില്ല. ഇതാ ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഒരു പക്ഷേ ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ നീ ഭയപ്പെട്ടാണോ കഴിയുന്നത്? യേശുവിന്റെ നാമത്തിൽ നീ കൽപ്പിക്കുക, യേശുവിന്റെ നാമത്തിൽ നീ കൽപ്പിക്കുക, പരിശുദ്ധാത്മ ശക്തിയിൽ നീ കൽപ്പിക്കുക. നിന്നെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികളെ ബന്ധിച്ച് നീ പ്രാർത്ഥിക്കാൻ കൃപ നിനക്ക് ലഭിച്ചിട്ടുണ്ട്. നീ അവ ഉപയോഗിക്കണം, നീ അവ ഉപയോഗിക്കണം. യേശുവിന്റെ നാമത്തിൽ നിന്നെ പീഡിപ്പിക്കുന്ന സകല തിന്മകളെ നീ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. മാമുദീസ ജലം തലയിൽ വീണന്റെ സത്യക്രിസ്ത്യാനി, നീ ഈ സമയത്ത് ഈ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ഇതാ ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, നിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എന്നെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികൾ വിട്ടുപോവട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ തിരി രക്തത്താൽ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന സകല തിന്മയുടെ നാരക ശക്തികളും വിട്ടുപോവുക. കാലങ്ങളായിട്ട് എന്നെയും എന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികൾ വിട്ടുപോവുക. യേശു നാമത്തിൽ കൽപ്പിക്കുക, യേശു നാമത്തിൽ കൽപ്പിക്കുക, യേശു നാമത്തിൽ കൽപ്പിക്കുക. സാത്താൻ ദൂരെ പോവട്ടെ, നിന്നെ വിട്ട് ദൂരെ പോവട്ടെ. ഞാൻ ദൈവമകനാണ്, ദൈവമകളാണ്. എനിക്ക് നൽകപ്പെട്ട അധികാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അധികാരത്തിൽ ശക്തിയിലും വിശ്വസിക്കുന്നു, ആധിപത്യത്തിൽ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. സാത്താൻ എന്നെ വിട്ട് ദൂരെ പോവട്ടെ, ഒരിക്കലും തിരിച്ചു വരാതെ വണ്ണം. കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ വിശ്വസിച്ച് ഇതാ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്നെ ശല്യപ്പെടുത്തുന്ന, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, എന്നെ ഭാരപ്പെടുത്തുന്ന സകല തിന്മകളെയും യേശുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഈശോയേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. എന്നിട്ട് പറഞ്ഞേ എനിക്ക് എന്റെ ഈശോ അധികാരവും ശക്തിയും നൽകിയിരിക്കുന്നു. ഒരു തിന്മയും എന്നെ ഉപദ്രവിക്കുകയില്ല. കാരണം ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. സാത്താന് എന്റെ മേൽ അധികാരമില്ല, അധികാരമില്ല. എന്നെ പീഡിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന, ശല്യപ്പെടുത്തുന്ന സാത്താനെ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. എന്നെ വിട്ടു പോവുക, എന്റെ ഭവനത്തെ വിട്ടു പോവുക, എന്റെ ബന്ധങ്ങളെ വിട്ടു പോവുക, എന്റെ ദേശത്തെ വിട്ടു പോവുക. യേശുനാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു, ഞാൻ കൽപ്പിക്കുന്നു. സാത്താനെ ദൂരെ പോവുക, ദൂരെ പോവുക, ദൂരെ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമുക്ക് നമ്മളെ തന്നെ ആശീർവദിക്കാം. മുട്ടുകുത്തുക. പരിശുദ്ധാരാധനയുടെ സമയമാണ്. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച കാര്യം വെളിപ്പെടുന്ന സമയമാണ്. പ്രാർത്ഥിച്ച കാര്യം വെളിപ്പെടുന്ന സമയമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ആരാധന സമയത്ത് കാലങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള അപ്രകാരമുള്ള തിന്മകൾ, ചില കുടുംബങ്ങളിൽ അനേക തടസ്സങ്ങൾ ഇപ്രകാരം മേഖലകളുണ്ടല്ലോ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരാധനയുടെ ഗീതം നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം.
സർവരും വാഴ്ത്തുവിൻ. രക്തത്താലെ വീണ്ടെടുത്ത രക്ഷകനീശു, രക്ഷയേകും പൂജനാമം സർവരും വാഴ്ത്തുവിൻ. കരങ്ങൾ വീശി ആരാധന ആരാധന ഈശോയെ ആരാധന ചേർന്ന് പാടിക്കേ. ആരാധന ആരാധന ഈശോയെ ആരാധന ആരാധന. ആരാധന ആമേൻ. ആരാധന ഈശോ. ഈശോയെ ആരാധന ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഭിഷേകത്തിൽ എന്നെ നയിക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റു നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, അധികാരവും ശക്തിയും ലഭിക്കപ്പെട്ട ദൈവജനമാണ് നമ്മൾ. ഈ പരിശുദ്ധ അൾത്താര നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്നത് ഈ വലിയ ഒരു സ്വർഗ സൗഭാഗ്യത്തെ ഓർമ്മപ്പെടുത്താനാണ്. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ നീ ഭാരപ്പെട്ടാണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? പ്രത്യേകിച്ച് നിനക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളൊരു തിന്മ പ്രവൃത്തി ചെയ്തു, അതുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇന്നിങ്ങനെ കഷ്ടപ്പെടുന്നത്, നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടോ? ആരെങ്കിലും നിനക്കെതിരെ കൂടോത്രം, മന്ത്രവാദം, ശത്രുസംഹാര പൂജ ഇങ്ങനെ തുടങ്ങി അനേക തരത്തിലുള്ളൊരു തിന്മ ചെയ്തത് കൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ രോഗങ്ങൾ, ഇങ്ങനെ മരണങ്ങൾ, ഇങ്ങനെ തടസ്സങ്ങൾ എന്ന് ചിന്തിക്കുന്നുണ്ടോ? എങ്കിൽ ഇതാ ഈ പരിശുദ്ധ അൾത്താര നിന്നോട് പറയുന്നത്, ലൂക്കാസ് വിശേഷം 10:19 നീ ഉള്ളിലേറ്റെടുക്കൂ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല തിന്മകളുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു. സകല തിന്മ ശക്തികളുടെയും മേൽ. തിന്മയ്ക്ക് അതിൻ്റെതായ ശക്തിയുണ്ട്, പക്ഷേ നിനക്ക് അധികാരം നൽകപ്പെട്ട വ്യക്തിയാണ്. അധികാരം നൽകപ്പെട്ട വ്യക്തിയാണ്. അധികാരം ലഭിക്കപ്പെട്ട വ്യക്തി അധികാരം ഉപയോഗിക്കാൻ കടപ്പാടുള്ള വ്യക്തിയാണ്. മത്തായി സുവിശേഷം 28-18 തിരുവചനം പഠിപ്പിച്ചില്ലേ? സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മേൽ ഇതാ സകലത്തിൻ്റെയും അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരത്തിൽ പങ്കുപറ്റാൻ എന്നെയും നിന്നെയും ഇതാ ഈശോ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഈ ഉയർത്തിപ്പിടിച്ച കൈകളിൽ നമ്മുടെ മനസ്സിലുള്ള സകല ഭാരങ്ങളും കൊടുക്കുക, സകല പ്രശ്നങ്ങളും കൊടുക്കുക. ഒരുപക്ഷെ നീണ്ട നാളായി വിവാഹം ആലോചനകൾ നടക്കുന്നു, പക്ഷേ മകളുടെ കല്യാണം നടക്കുന്നില്ല. ദുഃഖിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദര, സഹോദരി, ദേ പ്രാർത്ഥിച്ചോ. നീ എന്താ ചിന്തിച്ചിരിക്കുന്നത്? മറ്റുള്ളവർ കാരണമാണ് ഈ കല്യാണം നടക്കാത്തതെന്നാണോ? മറ്റുള്ളവർ അങ്ങനെ ചെയ്തത് കൊണ്ടെന്നാണോ? എന്നാൽ നിന്റെ അധികാരം ഉപയോഗിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടും. നിനക്കൊരു വീട് വയ്ക്കാൻ പറ്റാത്തത് അയൽവാസികൾ നിനക്കെതിരെ എന്തോ പ്രയോഗിച്ചു എന്നുള്ളത് ചിന്ത കൊണ്ടാണോ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അധികാരത്തിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. ലൂക്കാസ് വിശേഷം 10:19 വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. നിന്റെ കുടുംബത്തിൽ രോഗപീഠകൾ ഉണ്ടാകുന്നതിന് കാരണം ആരോ നിനക്കെതിരെ എന്തോ ചെയ്തു എന്നുള്ള ചിന്തയാണോ? ലൂക്കാസ് വിശേഷം 10:19 ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്ക്. നിന്റെ ജീവിതത്തിൽ ജോലി തടസ്സം നിനക്കുള്ളത്, പലതരത്തിലുള്ള ഭാരങ്ങൾ നിന്റെ കുടുംബത്തിലുള്ളത്, ബന്ധ തകർച്ചയുള്ളത് ആരോ നിനക്കെതിരെ എന്തോ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലാണോ? ലൂക്കാസ് വിശേഷം 10:19 വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല തിന്മകളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഈ കൃപയാൽ, ഈ വചനത്താൽ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ കുടുംബത്തിൽ കാലങ്ങളായി ഞങ്ങളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികളെ ഈ പരിശുദ്ധ അൽത്താരയിൽ ഇതാ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട അഭിഷേക അധികാരത്താൽ ഞങ്ങൾ നിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്താൽ, വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, തിരു രക്തത്തിന്റെ ശക്തിയാൽ സകല തിന്മകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികളെ ഞങ്ങളെ വിട്ടു പോവുക. നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടി പായിക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങളെ തകർക്കുന്ന പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിട്ട് ദൂരെ പോവുക. ഞങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തിന് സമാധാനം തകർക്കുന്ന തിന്മകളെ യേശു നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ വിട്ട് ദൂരെ പോവുക. ഞങ്ങളുടെ കൃഷിയിടങ്ങളെ നശിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികളെ യേശു നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഞങ്ങളെ വിട്ട് ദൂരെ പോവുക. ഞങ്ങൾ യേശുവിന്റെ സ്വന്തമാണ്. ഞങ്ങൾ യേശുവിന്റെ സ്വന്തമാണ്. എന്റെ പ്രിയരെ, രണ്ട് കരങ്ങളും ഉയർത്തി നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് ഡെലിവറൻസ് വേണ്ടത് ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മകന് വേണ്ടി പ്രാർത്ഥിക്കുക, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക, സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രാർത്ഥിക്കേണ്ട ഏതെല്ലാം മേഖലകൾ തെളിഞ്ഞു വരുന്നുണ്ടോ അതെല്ലാം സമർപ്പിച്ച് ഈ ശുശ്രൂഷ സമയത്ത് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്താൽ, വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, തിരു രക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സാത്താന്റെ തന്ത്രങ്ങൾ ദൂരെ പോവട്ടെ. ഞങ്ങൾ യേശുവിന്റെ സ്വന്തമാണ്. പരിശുദ്ധാത്മ ശക്തിയാൽ വിശ്വസിക്കുന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ച്, യേശുവേന്ന് വിളിച്ച് ദൈവജനം പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. തിന്മയുടെ മേൽ അധികാരമുള്ള കർത്താവിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടട്ടെ, ഇപ്പോൾ വെളിപ്പെടട്ടെ. പാരമ്പര്യ പീഡകൾ കെട്ടഴിയട്ടെ, പാരമ്പര്യ രോഗങ്ങൾ കെട്ടഴിയട്ടെ, ശാപപീഡകൾ കെട്ടഴിയട്ടെ, ദുഃഖ ദുരിതങ്ങൾ കെട്ടഴിയട്ടെ, അപകട മരണങ്ങൾ കെട്ടഴിയട്ടെ, ആത്മഹത്യ ചിന്തകൾ കെട്ടഴിയട്ടെ, മാനസിക രോഗപീഠകൾ കെട്ടഴിയട്ടെ, ദുഃഖങ്ങൾ കെട്ടഴിയട്ടെ, വിവാഹ തടസ്സം കെട്ടഴിയട്ടെ, കുടുംബത്തിലെ ജോലിയില്ലായ്മ കെട്ടഴിയട്ടെ. കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. കൈയടിച്ച് വിശ്വസിച്ചു യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. സാത്താനെ ഞങ്ങൾ വിട്ടു പോവട്ടെ. യെസ്, ദൈവജനം നിങ്ങൾ നിൽക്കുന്നിടങ്ങളിൽ കരങ്ങളടിച്ച് ചേർന്നു കോട്ടകൾ ജയകൊടി എതിർക്കുവിൻ. ആമേൻ. കോട്ടകൾ ജയകൊടി എതിർക്കുവിൻ. ആമേൻ, ആമേൻ. കോട്ടകൾ കോട്ടകൾ ജയകൊടി എതിർക്കുവിൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. യേശുനാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. സകല തിന്മകളുടെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടണം. ഓ കർത്താവേ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ കർത്താവിന്റെ വലിയ ശക്തി വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ വെളിപ്പെടട്ടെ. പൈശാചിക പീഡകൾ വിട്ടുമാറട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. കൈയടിച്ച് വിശ്വസിച്ചു യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. സാത്താനെ ഞങ്ങൾ വിട്ടു പോവട്ടെ. യെസ്, ദൈവജനം നിങ്ങൾ നിൽക്കുന്നിടങ്ങളിൽ കരങ്ങളടിച്ച് ചേർന്നു കോട്ടകൾ ജയകൊടി എതിർക്കുവിൻ. ആമേൻ. കോട്ടകൾ ജയകൊടി എതിർക്കുവിൻ. ആമേൻ, ആമേൻ.
കോട്ടകൾ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. ജയക്കൊടി വചനമവാണെടുത്തെതിർക്കുവിൻ. എതിർക്കുവിൻ. യേശുവിൻ നാമത്തിൽ രണ്ടു കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. യേശുനാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, സകല തിന്മകളുടെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടണം. ഓ കർത്താവേ, ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങൾ കർത്താവിന്റെ വലിയ ശക്തി വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ വലിയ കൃപ വെളിപ്പെടട്ടെ. പൈശാചിക പീഡകൾ വിട്ടുമാറട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. കൈയടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചേ. നിങ്ങളുടെ കുടുംബത്തെ മനസ്സിലോർത്ത് കൈയടിച്ചേ. നിങ്ങളുടെ വീട്ടിലെ ഓരോ മുറികളും കണ്ട് കൈയടിച്ചേ. ഓരോ മുറികളിലും കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. അധികാരവും ശക്തിയും നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വീട്ടിലെ ഓരോ മുറികളിലും ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. തിന്മയുടെ നാരിക ശക്തികളെ ബന്ധിച്ച് പുറത്താക്കുന്നു. നിങ്ങളുടെ വീടിന് ചുറ്റും നടക്കുന്നത് മനസ്സിൽ കണ്ട് കൈയടിച്ചേ. വീടിന് ചുറ്റും വലിയൊരു സംരക്ഷണ വലയം ഉണ്ടാവട്ടെ. നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി കർത്താവെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മേഖലയിൽ വലിയ സംരക്ഷണം ഉണ്ടാവട്ടെ. നിങ്ങളുടെ വീട്ടിലെ കൃഷി ഇടങ്ങളെ, വരുമാന മാർഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ യേശുവിന്റെ ശക്തി വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ കെട്ടഴിയപ്പെടട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധ തകർച്ചകളിൽ കർത്താവ് ഇടപെടട്ടെ. ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാൽ, ഭിന്നതകളാൽ കലഹിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ആ മേഖലകളിൽ ഒരു ഡെലിവറൻസ് സംഭവിക്കപ്പെടട്ടെ. നിസാരപ്പെട്ട പിണക്കം പോലും ആവാം. യേശുവിന്റെ നാമത്തിൽ ആ മേഖലയിൽ ഒരു ഡെലിവറൻസ് സംഭവിക്കപ്പെടട്ടെ. ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടട്ടെ. കുടുംബത്തിൽ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ കൈയടിച്ച് പ്രാർത്ഥിച്ചോ, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. നമ്മൾ ആശ്രയിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ്. മക്കളുടെ മേലുള്ള സകല തിന്മയുടെ കെട്ടുകളും അഴിയപ്പെടട്ടെ. ചീത്ത കൂട്ടുകെട്ടിന്റെ ദുരാത്മാ വിട്ടുമാറട്ടെ. അനുസരണക്കേടിന്റെ ദുരാത്മാ വിട്ടുമാറട്ടെ. മദ്യപാനത്തിന്, മയക്കുമരുന്നിന്റെ കൂട്ടുകെട്ടുകൾ അഴിയട്ടെ. തെറ്റായ കൂട്ടുകെട്ടുകൾ അഴിയപ്പെടട്ടെ. ചീത്ത ബന്ധങ്ങൾ അഴിയപ്പെടട്ടെ. അനുസരണക്കേടിന്റെ ദുരാത്മാവ് അഴിയപ്പെടട്ടെ. അലസതയുടെ ദുരാത്മാവ് അഴിയപ്പെടട്ടെ. മടിയുടെയും കലഹത്തിന്റെയും ദുരാത്മാവ് അഴിയട്ടെ. യേശു നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഉത്തരവാദിത്തമില്ലാതെ അലസമായി കഴിയുന്നവരിലേക്ക് കർത്താവിന്റെ ശക്തി ഇടപെടട്ടെ. അലസതയുടെ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ പ്രാർത്ഥിക്കുന്നു. തിരുക്കുരിശിനാൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സംഭവിക്കപ്പെടട്ടെ. സാമ്പത്തിക കടബാധ്യതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഇടപെടട്ടെ. സ്വർഗശക്തി ഇടപെടട്ടെ. കണ്ണുനീരിലേക്ക് ഇടപെടട്ടെ. ദുഃഖത്തിലേക്ക് ഇടപെടട്ടെ. അമിതമായ കോപശീലമുള്ളവരിലേക്ക് ഇടപെടട്ടെ. ജഡിക ഭാവ പീഡകളിലേക്ക് ഇടപെടട്ടെ. ജഡിക ഭാവ പീഡകളിലേക്ക് ഇടപെടട്ടെ. വെറുപ്പിലേക്ക് ഇടപെടട്ടെ. അടിമത്തത്തിലേക്ക് ഇടപെടട്ടെ. ലോകമോഹങ്ങളിലേക്ക് ഇടപെടട്ടെ. മൊബൈൽ ഫോണിന്റെ അഡിക്ഷനിലേക്ക് ഇടപെടട്ടെ. യേശു നാമത്തിൽ സംഭവിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു ഈശോയെ. ആരാധന, 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 ആരാധന. The mighty power, the mighty power. അനേകരിലേക്ക് സ്വർഗശക്തി വെളിപ്പെടുന്നു. അനേക കുടുംബങ്ങളിലേക്ക് വെളിപ്പെടുന്നു. അനേക വ്യക്തികളിലേക്ക് വെളിപ്പെടുന്നു. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ അത്ഭുത നാമത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഇനിമേൽ ഒരു തിന്മയ്ക്കും നിന്റെ ശരീരം അടിമപ്പെട്ടല്ല ഇരിക്കുന്നത്. മറിച്ചു യേശു തന്റെ രക്തം കൊടുത്ത്, വില കൊടുത്ത് വാങ്ങിയ ശരീരമാണ്. ഈ ശരീരത്തിന്റെ അധികാരം യേശുവിനാണ്. നീ നിന്നോട് തന്നെ പറയുക, ഈ ശരീരത്തിൽ സാത്താന് അവകാശം ഇല്ല. ഈ ശരീരം യേശുവിൻ്റെ സ്വന്തമാണ്. ഈ ശരീരം യേശുവിൻ്റെ സ്വന്തമാണ്. നിന്റെ തലയ്ക്കകത്തുള്ള ചിന്തകൾ, ആലോചനകൾ, ഭാരങ്ങൾ, ഓർത്തോർത്തുള്ള ദുഃഖങ്ങൾ, ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ ചെയ്തത് തലയ്ക്കകത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു.
കർത്താവെ, നിന്റെ നാമത്തിൽ അപ്രകാരമുള്ള തിന്മകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിലെ ചില അനുഭവങ്ങൾ മറക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് എപ്പോഴും ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് വിഷമം പോലെ ഇങ്ങോട്ട് വരുന്നു. കർത്താവെ, ആ മേഖലകളെ സമർപ്പിക്കുന്നു, ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ശക്തി എൻ്റെ ശരീരത്തിൽ നിറയട്ടെ, എൻ്റെ ചിന്തയിൽ, ആലോചനയിൽ, തീരുമാനങ്ങൾ, ബുദ്ധിയിൽ നിറയട്ടെ. കർത്താവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ, കർത്താവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ലൂക്കാ സുവിശേഷം 10:19 ശക്തി, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ എനിക്ക് അധികാരം. ഈ അധികാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്നിൽ ഇടപെടട്ടെ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കുക. 2 കണ്ണുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി വലത് കരം ആ വലത് കണ്ണിൽ തൊട്ട്, ഇടത് കരം ഇടത് കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കുക. ആ കണ്ണിനെ സമർപ്പിക്കുക. പലതും കണ്ട് കണ്ട് നിന്റെ കണ്ണിൽ തിന്മയുടെ ഒരു ആസക്തി കടന്നു വന്നിട്ടില്ലേ? പലതും കണ്ട് കണ്ട് നിന്റെ കണ്ണിൽ തിന്മയുടെ ആസക്തി. ഈശോയെ, ഈ കണ്ണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ ആസക്തി, മൊബൈൽ ഫോൺ അടിമത്തം, വീണ്ടും വീണ്ടും കാണാൻ, അശ്ലീല ചിത്രങ്ങൾ കാണാൻ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ കാണാൻ ഈ കണ്ണിന് വല്ലാത്ത കൗതുകമാണ്. കാരണം പലതും കണ്ട് കണ്ട് നമ്മുടെ കണ്ണിൽ തിന്മയുടെ ആസക്തിയുണ്ട്. ഈശോയെ, നിന്റെ നാമത്തിൽ ഈ കണ്ണിനെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മയായത് കാണാൻ ഈ കണ്ണിനെ അനുവദിക്കല്ലേ. കാരണം ഈ കണ്ണ് യേശുവിൻ്റെതാണ്. സാത്താൻ്റെ പിടിത്തത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് എൻ്റെ കണ്ണ് സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു. ഒരു കുരിശടയാളം വരച്ച് ആ കണ്ണിനെ അനുഗ്രഹിക്കുക. 2 ചെവികളെ സമർപ്പിക്കുക. വലത് കരം വലത് ചെവിയെ തൊട്ടു, ഇടത് കരം ഇടത് ചെവിയെ തൊട്ട് പ്രാർത്ഥിക്കുക. കർത്താവെ, നല്ലത് കേൾക്കാൻ ഈ ചെവികളെ വിശുദ്ധീകരിക്കണം. ചീത്ത കാര്യങ്ങൾ, നുണ, കള്ളം പറയുന്ന കാര്യങ്ങൾ, ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. കർത്താവെ, വചനം കേൾക്കാൻ, ദൈവസ്തുതികൾ പാടാനും കേൾക്കാനും തക്കവണ്ണം എൻ്റെ കാതുകളെ വിശുദ്ധീകരിക്കണം. ഒരുപക്ഷെ നിങ്ങളോട് പലരും പലതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൊള്ളിയേല, നിങ്ങൾക്ക് കഴിവില്ല, ഗുണമില്ല, നിന്റെ ജീവിതം എന്തിനു കൊള്ളാം, നീ ഒരു പരാജയമാണ് എന്നിങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. കർത്താവെ, ഇതാ എൻ്റെ ചെവിയെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുരിശടയാളം വരച്ച് ചെവികളെ വിശുദ്ധീകരിക്കുക. അതിനുശേഷം 2 കരങ്ങളും ചുണ്ടോട് ചേർത്ത് വയ്ക്കുക. സംസാരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, എൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അനുഗ്രഹത്തിൻ്റെതായി മാറട്ടെ. ശാപവാക്കുകൾ ഒരിക്കലും എൻ്റെ വായിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ. നുണ പറയുന്ന, കുറ്റം പറയുന്ന, കളിയാക്കുന്ന, ചീത്ത പറയുന്ന ശീലങ്ങൾ, ശൈലികൾ കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടട്ടെ. കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനം വായിക്കാൻ തക്കവണ്ണം, വചനം പറയാൻ തക്കവണ്ണം, ദൈവസ്തുതികൾ ആലപിക്കാൻ തക്കവണ്ണം എൻ്റെ നാവിനെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ശിരസ് മുതൽ ഉള്ളംകാല വരുടെ ശരീരത്തെ മുഴുവൻ, സകല അവയവങ്ങളെ സമർപ്പിക്കുന്നു. ഇത് കർത്താവിന് വിളിക്കപ്പെട്ട, കർത്താവിന് സമർപ്പിക്കപ്പെട്ട ശരീരമാണ്. ഒരു തിന്മയ്ക്കും ഈ ശരീരത്തിൻ്റെ മേൽ അവകാശമില്ല. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്താൽ മുട്ടുകുത്തുക. മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കാൻ പോകുന്ന സമയം, പ്രത്യേകിച്ച് ഇന്ന് ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ, ഈ ആശീർവാദം നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബത്തിലേക്ക്. നിങ്ങളുടെ വീട് എവിടെയാണോ നിങ്ങൾ മനസ്സിൽ കാണണം, എൻ്റെ വീടിൻ്റെ മുകളിൽ ഇതാ യേശോ നൽകാൻ പോകുന്ന ഒരു ആശീർവാദമാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണേ, മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നിന്റെ വീടിൻ്റെ മുകളിലേക്ക് ഈ ആശീർവാദം കടന്നു ചെല്ലുകയാണ്. വിശ്വസിച്ച് ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളൂ. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയെ ആശീർവദിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ.